കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത കേരളത്തിലെ CPM എന്ന സഖാക്കന്മാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് നേതാക്കൾ. ഇങ്ങനെ പോയാൽ CPMന്റെ അണികൾ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി ചിലതൊക്കെ കടുകട്ടിയായി ചോദിക്കുന്ന കാലം വിദൂരമല്ല. ഇപ്പോൾ തന്നെ നിരവധി ചോദ്യങ്ങൾ കേരളത്തിലെ CPMനുള്ളിൽ ഉണ്ട്. പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളും. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ എല്ലാം കൂടി ആളിപ്പടരും. കുറ്റസമ്മതത്തിനൊക്കെ ഒരു കണക്കില്ലേ CPM? വീഴ്ചകൾ എണ്ണി പറയുന്ന CPM രേഖ സഖാക്കളെ പോലും നാണിപ്പിച്ചു എന്നുള്ളത് പോയ ദിവസങ്ങളിലെ ചരിത്രം. സമാനതകളില്ലാത്ത തോൽവിയാണ് CPMന് തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേരിടേണ്ടി വന്നത് എന്നത് എല്ലാവരും കണ്ടതാണ്. കേരളത്തിലെ തോൽവിയെക്കുറിച്ചുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച രേഖ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി ഉണ്ട്. പാർട്ടി വെബ്സൈറ്റിലും എല്ലാവർക്കും അത് തുറന്നു കിടപ്പുണ്ട്. എടുത്ത് ഒന്ന് മനസ്സിരുത്തി വായിക്കുന്നത് സഖാക്കൾക്ക് നന്നായി തന്നെ ഗുണം ചെയ്യും. 20 പേജേ ഉള്ളൂ. അതിൽ 10 പേജും കാരണഭൂതനെന്ന അണികൾ ആവേശത്തോടെ വാഴ്ത്തിപ്പാടിയ ക്യാപ്റ്റൻ പിണറായി വിജയൻ നയിച്ച കൊച്ചു കേരളത്തെക്കുറിച്ചാണ്. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നത് ട്രോളുകൾ മാത്രമല്ല. പിണറായി ഭരിച്ച കേരളത്തിൽ CPMന് വീഴ്ച പറ്റിയത് എവിടെയെന്ന് CPM തന്നെ പറയുന്നു. ഭരണത്തിലിരുന്ന ഒരു സർക്കാരും പാർട്ടിയും അതിദയനീയമായി തോറ്റുപോകാൻ ഇത്രയും കാരണങ്ങളോ എന്നോർത്ത് അന്തം വിട്ടുപോകും സഖാക്കന്മാർ. അത്ര സ്വയം വിമർശനപരമാണ് രേഖ. തൊട്ടതെല്ലാം പൊന്നായി എന്ന് പറയാറില്ലേ? ഇവിടെ തൊട്ടതെല്ലാം കുളമായി, അഥവാ സർക്കാരും പാർട്ടിയും കേഡറുകളും ചേർന്ന് കുളമാക്കി എന്ന് വിശദമായി CPM തന്നെ തലതൊട്ടപ്പന്മാർ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. അതേപടി ജനസമക്ഷം വച്ച പാർട്ടി തീരുമാനം ധീരം. ഏതായാലും അതിലൊരു ആശ്വാസത്തിന് വകയുണ്ട്. തെറ്റ് പറ്റിപ്പോയി എന്ന് ജനസമക്ഷം അതുപോലെ വച്ച പാർട്ടിയുടെ നിലപാട് മാതൃകാപരമാണ്. ഏതായാലും കോൺഗ്രസ് നയിച്ച പ്രതിപക്ഷത്തിന്റെ പ്രചാരണ രീതിയും BJPയുടെ രാഷ്ട്രീയവും സർക്കാരിന്റെ നേട്ടങ്ങൾ തമസ്കരിച്ച ഒരു വിഭാഗം മാധ്യമങ്ങളും എന്നൊക്കെയും കാരണങ്ങളിൽ കാണാമെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും സിംഹഭാഗവും സ്വയം കൃതാനാർത്ഥം. അതായത് സിമ്പിളായി പറഞ്ഞാൽ വരുത്തി വെച്ച വിന. അതുതന്നെയാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. തോൽവിക്ക് രാഷ്ട്രീയവും ഭരണപരവും സംഘടനാപരവുമായ കാരണങ്ങളുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, പാർട്ടി രേഖ പാർട്ടിക്കാരോട് പറയുന്നത് ഇത്രമാത്രം: ഈ തോൽവി മുൻകാലങ്ങളിലെ ഒരു തോൽവിയുമായും താരതമ്യം ചെയ്യാനാകാത്ത വിധം വലുതാണ്. അപ്പോൾ ഇടപെടാതെയും തിരുത്താതെയും തോൽവി ചോദിച്ച് വാങ്ങിയതാണോ, ഇരന്നു വാങ്ങിയതാണോ രണ്ടാം പിണറായി സർക്കാരും പാർട്ടിയും എന്ന ചോദ്യം തന്നെയാണ് മുഴച്ചു നിൽക്കുന്നത്. എന്നിട്ടും പഠിക്കുന്നുണ്ടോ CPM? മുൻ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മുതിർന്ന CPM നേതാവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന്റെ മറവിലും ക്രമക്കേട്. 1 കോടിക്ക് കണക്കില്ലെന്ന്. പയ്യന്നൂരിൽ CPMന് എവിടെ തെറ്റിയെന്ന് എല്ലാവർക്കും അറിയാം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുകൾ പാർട്ടിക്ക് തീരാ നാണക്കേടായി മുന്നിലുള്ളപ്പോൾ തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ വീണ്ടും CPMന്റെ ഉറക്കം കെടുത്താൻ പോകുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ നടത്തിയ ധനസമാഹരണത്തിന്റെ മറവിൽ നടന്നത് ലക്ഷങ്ങളുടെ ക്രമക്കേടാണ്. 1 കോടിയോളം രൂപയ്ക്ക് കണക്കില്ലെന്ന പരാതിയാണ് 2 വർഷമായി നേതൃത്വത്തിന് മുന്നിലുള്ളത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ വിഷയം വീണ്ടും ചർച്ചയായതോടെ കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറിയെ സ്ഥാനത്ത് നിന്നും നീക്കി തൽക്കാലം തടിതപ്പാനാണ് നീക്കം. അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിച്ചെന്നാണ് വിവരം. എന്ത് പറഞ്ഞാലും CPMനൊരു കമ്മീഷനുണ്ട്, കമ്മീഷന്റെ അന്വേഷണമുണ്ട്, സ്വയം വെളുപ്പിക്കലുമുണ്ട്. ഇങ്ങനെ എത്ര നാൾ CPM ഇനി മുന്നോട്ട് പോകും? പയ്യന്നൂരിലെ ഫണ്ട് പിരിവിന്റെ കണക്കുകൾ 8 വർഷമായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ കഷ്ടപ്പെടുന്ന പാർട്ടിക്ക് കണ്ണൂരിലെ ക്രമക്കേട് കൂടുതൽ തലവേദനയാകും, പൊല്ലാപ്പാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. CPM നേതൃത്വത്തിന് മുന്നിലുള്ള പരാതികളുടെ ഉള്ളടക്കം വിശദമായി പരിശോധിച്ചാൽ വലിയ ആശങ്കകൾ തന്നെ കാണാം. കണ്ണൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി തെക്കി ബസാറിൽ 30 വർഷം പഴക്കമുള്ള വീട് ഉൾപ്പെടുന്ന 4 സെന്റ് 70 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. ഈ വസ്തു ലോക്കൽ സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യേണ്ടതിന് പകരം സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തു. സഹോദരി സെക്രട്ടറിയായ സഹകരണ ബാങ്കിൽ ഇത് ഈടുവച്ച് 30 ലക്ഷം രൂപ വായ്പയെടുത്തിട്ടുണ്ട്. കെട്ടിടമുണ്ടാക്കാനാണ് ഇതെന്നാണ് കമ്മിറ്റികളിൽ വിശദീകരിച്ചത്. 20 ലക്ഷം രൂപ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സഹകരണ സംഘം ജീവനക്കാരിൽ നിന്നും പലിശ വാഗ്ദാനം ചെയ്തു വാങ്ങി. പിന്നീട് കാഴ്ച എന്ന പേരിൽ വ്യാപാര പ്രദർശനവും നടത്തി. ഇതിനു പുറമെ 500 രൂപയുടെ കൂപ്പണും അടിച്ച് ലോട്ടറി മാതൃകയിൽ കാർ 1ാം സമ്മാനം വാഗ്ദാനം നൽകി പിരിച്ചു. ഇതിന്റെ ഒന്നും കണക്ക് എവിടെയും അവതരിപ്പിച്ചിട്ടുമില്ല. സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായതുമില്ല. ആരോപണ വിധേയനായ ലോക്കൽ സെക്രട്ടറിയുടെ അളിയനായ ഏരിയ സെക്രട്ടറി ഇതിനെല്ലാം കൂട്ടുനിന്നെന്നാണ് പരാതി. 2 വർഷമായി ഇത് സംബന്ധിച്ച പരാതികൾ പാർട്ടിക്ക് മുന്നിലുണ്ടെങ്കിലും പരിഗണിച്ചിട്ടേ ഇല്ല.
തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ചേർന്ന ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ വീണ്ടും വിഷയം ചർച്ചയായതോടെയാണ് ഗത്യന്തരമില്ലാതെ നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. എല്ലാം പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് ചെയ്തെന്നായിരുന്നു ലോക്കൽ സെക്രട്ടറിയുടെ വിശദീകരണം. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ പിണറായി വിജയൻ യോഗ്യനല്ല, CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ MV ഗോവിന്ദന് ഒരു കഴിവുമില്ല എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഭരണപക്ഷവും മാധ്യമങ്ങളുമല്ല, CPM തന്നെയാണ്, ഇടത് മുന്നണി തന്നെയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നിയമസഭയ്ക്കകത്തും പുറത്തും ക്രിയാത്മക പ്രതിപക്ഷമാകാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിയില്ല എന്നുള്ള വിമർശനങ്ങൾ ഒരു വശത്തുണ്ട്. ഇതിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടറിയും പിണറായി വിജയനെയും മറ്റു ചില കാര്യങ്ങളിലും ന്യായീകരിച്ച് ഒഴുക്കൻ മട്ടിൽ പോകുന്നു, ഇതൊന്നും പാർട്ടിക്ക് ഭൂഷണമല്ല എന്നുള്ള വിമർശനങ്ങൾ. ഇങ്ങനെ പോയാൽ കേരളത്തിലെ CPM എവിടെ ചെന്ന് നിൽക്കും? ഇതിനിടയിലാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വീണ്ടും സജീവ ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ CPM-ൽ നിന്നും കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. അടിയന്തരമായി തിരുത്തിയില്ലെങ്കിൽ ബംഗാളിലെ അവസ്ഥ തന്നെയാവും കേരളത്തിലെ CPM-നും. അണികൾ മുഴുവൻ അങ്ങ് ചോർന്നു പോകും.